ഏകദേശം ഗുഹന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. എന്താ മോനെ എന്താ ഗുണാക്കേവോ നമ്മളെ കൊടൈക്കനാൽ വൈബാണല്ലോ. ജെന്റിൽമാൻ ഫൈനലി നമ്മൾ ഇന്നൊരു പുതിയൊരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഫുള്ള് വ്ളോഗും റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. കൊടുക്കാടാ അതിൽ നമ്മളിന്ന് പോണേ വാ പോയേക്കാം. എന്താ പാടേന്ന് വാ. ഇത് കാണിച്ചു കൊടുക്കുക. റോഡ് സൈഡിലാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ വരുമ്പോൾ മനസ്സിലാവും. ഏകദേശം കുറച്ച് നടക്കാണ്ട് എന്നാ പറഞ്ഞത്. വാ നമുക്ക് പോയേക്കാം വാ. ഓ എടുക്കാം. ഇവിടെ ഒരു ഏട്ടൻ നിൽക്കുന്നുണ്ട്. നമുക്ക് ഏട്ടനോട് ചോദിച്ചു നോക്കാം. നിങ്ങളെ പേരെന്താ? ബൈജു. ഇവിടെ എന്താ പറയാ വെള്ളച്ചാട്ടം മൊത്തത്തിൽ എത്രത്തുണ്ട്? എത്ര നടക്കാണ്ട് വേണ്ടി? 150 മീറ്റർ. 150 മീറ്റർ അല്ലേ? അങ്ങോട്ട് നടന്ന് പോകണല്ലേ? അങ്ങോട്ട് വണ്ടി ഒന്നും പോവില്ല നമ്മളെ പോവല്ലേ? അപ്പോൾ എന്താ പറയാ കുറച്ച് പോവാണ്ടി. ടോട്ടൽ ഇവിടെ ആകെ ഒറ്റ വെള്ളച്ചാട്ടമുള്ളൂ. ഇവിടെ എന്തോ ടിപ്പു സുൽത്താന്റെ ചരിത്രം അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അത് കുറെ മേലെയാണ്. മേലല്ലേ? എന്താ ടിപ്പു സുൽത്താന്റെ ശത്രുക്കൾ കിലോമീറ്ററോളം വരുമ്പോ കാണാൻ അതിനെ പറ്റി നമുക്ക് അറിയാം. അത് കൊല്ലങ്ങൾ മുന്നേ ഉണ്ടായതാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയാച്ചാല് ഇത് മലപ്പുറം ജില്ലയിലെ പേക്കാട്ടേരി പഞ്ചായത്തിലാണ് പാലൂർക്കോട്ട എന്നുള്ള ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം ഫുള്ളും കാണാൻ പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിലാ നിങ്ങളാണ്ട് വരാതെ ഒരു 100 മീറ്റർ നടക്കാണ്ട് എന്നാ പറഞ്ഞേ. അപ്പോൾ നമ്മൾ പോയേക്കാം. ഇജാതി വൈബ് സ്ഥലം മോനാണ്. ഇവിടെ വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റൂല. ഇങ്ങോട്ട് ഫീയും കാര്യങ്ങളൊന്നുമില്ല. എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ എൻട്രി ആണ്. എല്ലാവർക്കും വരാം. അപ്പം നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്താനായി എന്നാണ് തോന്നണേ. എൻ്റെ മോനച്ചാതി അടിപൊളി സ്ഥലം. എനിക്ക് തോന്നുന്നു ആരും ഇവിടെ നിന്ന് അങ്ങനെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഈ സ്ഥലം അങ്ങനെ ആർക്കും പരിചയം ഉണ്ടാവില്ല. ഓർപ്പാ എൻ്റെ മോനെ ഏതാണ്ടൊക്കെയാ ഇജാതി വൈബ് സ്ഥലം. അപ്പം നമ്മൾ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. ഓക്കെ നോക്കിയാൽ കാണാൻ പറയട്ടെ. ഇജാതി വൈബ് സ്ഥലമാണ് മൊത്തത്തിൽ. ഇപ്പം ഇത് വെറും ഒരു വെള്ളച്ചാട്ടമല്ല. ഇവിടെ പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ എന്തൊക്കെ ചരിത്രങ്ങളും ഒക്കെ ഉറങ്ങി കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ എന്തൊക്കെ ഗുഹ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് മാക്സിമം നിങ്ങൾക്ക് ഞാൻ കാണാൻ പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വാ. എൻ്റെ മോനെ ഏറ്റവും ലെവലിലുള്ള വെള്ളച്ചാട്ടമാണ് അത്. അതിൻ്റെ മേലിൽ നിന്നാണ് ടിപ്പു സുൽത്താൻ എന്താ പറയുക ശത്രുക്കൾ വരുന്നതൊക്കെ കിലോമീറ്ററോളം വരുന്ന ശത്രുക്കളെയൊക്കെ നോക്കുമായിരുന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അടുത്ത എന്താ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ അടിയിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ ഉള്ള നമുക്ക് നോക്കാം. പേക്കാട്ടേരി ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം. ഇവിടെയാണ് ഈ പാലൂർക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. എനിക്കൊന്ന് ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നുള്ള ഇതിലാണ് പാലൂർക്കോട്ട എന്നുള്ള പേര് ഡിറൈവ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞ്. ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെ എന്താ വൈബ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഫുള്ള് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വാ. എന്താ മോനെ അജ്ജാതി വൈബ് സ്ഥലം കാണിച്ചു കൊടുത്താ. വാ നമുക്ക് ഇനി ഗുഹ കാണിച്ചു കൊടുത്താലോ. ഇതാണ് ആദ്യത്തെ ലെവൽ പാലൂർക്കോട്ടൻ്റെ ഫസ്റ്റ് വെള്ളച്ചാട്ടം. ഇവിടെ പറഞ്ഞാൽ എല്ലാവർക്കും രക്ഷിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ വരാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ ഗുഹ കാണിച്ചു കൊടുക്കാം. വാ. വെള്ളച്ചാട്ടം കണ്ടില്ലേ? ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാൻ അജ്ജാതി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഡോണ്ട് മിസ് ദിസ് പ്ലേസ് ഓൺ യുവർ നെക്സ്റ്റ് കേരള ട്രിപ്പ്. ഓക്കെ ആരും മിസ് ചെയ്ത് ഈ പ്ലേസ്. അത്രയും അടിപൊളി സ്ഥലമാണ്. വാടാ ഗുഹ കാണിച്ചു കൊടുക്കാം.
ബാബാ നമ്മള് ഏകദേശം ഗുഹന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. എന്താ മോനെ, എന്താ ഗുണാക്കേവോ, നമ്മളെ കൊടൈക്കനാൽ വൈബാണല്ലോ. അതേമാതിരി കണ്ടിട്ട് ഇത് പറയുന്നത് ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ഒളിത്താവളങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. ആ കാലത്തുള്ള അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. നമ്മളെ ചെറിയൊരു വ്ളോഗ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നിങ്ങൾ പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ പിന്നെ ആദ്യം നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സേവ് ചെയ്ത് വെച്ചോളി. നിങ്ങൾക്ക് ഈ സ്ഥലം എന്തായാലും ഉപകാരപ്പെടും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.